ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3-വേ ഡൈവേർട്ടർ, അതായത് ഹാൻഡ് ഷവറും കൂടി വരുന്ന ഡൈവേർട്ടർ. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ 3-വേ ഡൈവേർട്ടർ വന്നിരുന്നത് അതിന് 2 നോബുകളാണ് വരുന്നത്. ജാഗുറിൻ്റെയാണ് വന്നിരിക്കുന്നത്. പിന്നെ താഴെ സ്പൗട്ട് വരുന്നുണ്ട്, സൈഡിലായിട്ട് ഹാൻഡ് ഷവർ വരുന്നുണ്ട്, മുകളിൽ ഷവർ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ വാൽവ് വരുന്നത്. അതായത് മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മെയിനായിട്ട് താഴത്തെ ലിവറാണ് വരുന്നത്. മുകളിലെ ലിവർ എന്ന് പറയുന്നത് 1, 2, 3 എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണാം. 1, 2, 3 ഇങ്ങനെ 3 ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്പൗട്ടാണ്. അതായത് നമ്മൾ ആ ലിവർ നമുക്ക് ഇതിലേക്ക് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് സ്പൗട്ട് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഓപ്ഷൻ. തൊട്ട് മുകളിലേ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ഷവറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ ഇതിലേക്ക് ലിവർ വരുമ്പോൾ ഹാൻഡ് ഷവറാണ് വരുന്നത്. ഹാൻഡ് ഷവർ നമ്മൾ തൊട്ടപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഓപ്ഷൻ ഇട്ടിട്ടില്ല. ഹാൻഡ് ഷവർ നമുക്ക് പിന്നീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷവറിൻ്റെ ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ അതിലേക്ക് തിരിച്ചിട്ട് കഴിയുമ്പോൾ ഷവറിൻ്റെ ഓപ്ഷൻ വരും. ഇങ്ങനെ നമുക്ക് ഏതിലേക്കാണോ വേണ്ടത് അതിലേക്ക് ആദ്യമേ തന്നെ മുകളിലത്തെ ലിവറുകൾ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അതിനുശേഷം പിന്നെയാണ് താഴത്തെ ലിവറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. താഴത്തെ ലിവർ ഉണ്ടോ, അതാണ് അതിന് മെയിൻ വാൽവ് വരുന്നത്. മെയിൻ ലിവർ വരുന്നത് അതിലാണ്. ഇങ്ങനെ ഈ പൊസിഷനിൽ ശരിക്കും ഇത് ഓഫ് പൊസിഷനാണ്, അതായത് ഓഫായിട്ട് കിടക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡ് ഒരു നീലയും ലെഫ്റ്റ് സൈഡിൽ ഒരു റെഡും കൊടുത്തിരിക്കുന്നുണ്ടോ. റൈറ്റ് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം, പച്ച വെള്ളമാണ് വരുന്നത്. ഇപ്പോൾ ഏതിലേക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിലേക്ക് ഓൾറെഡി ഔട്ട് വരുന്നതാണ്. ആ പച്ചവെള്ളത്തിൻ്റെ ഔട്ട് വരുന്നതായിരിക്കും. ഇനി അതിൽ സെൻറ്ററിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫ് പൊസിഷൻ. ആ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സഡായിട്ട് വരും. അതായത് ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്തിട്ട് എവിടെയാണോ ഓപ്ഷൻ നമ്മൾ ഇട്ടിരിക്കുന്നത് അതിലേക്ക് വരും. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ചൂടുവെള്ളം മാത്രമായിരിക്കും വരുന്നത്. ചൂടുവെള്ളം മാത്രം എവിടേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് തിരിച്ചു വരും. ആദ്യമേ തന്നെ നമുക്ക് ഷവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഷവറിൽ ഇപ്പോൾ നമ്മൾ വേണ്ടത് സ്പൗട്ടിലേക്കാണെങ്കിൽ സ്പൗട്ടിലേക്കാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. സ്പൗട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം വരും. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എവിടേക്കാണ് ഇപ്പോൾ സ്പൗട്ടിലേക്ക് നമ്മൾ ഒന്നിൽ എന്ന് പറയുന്നത് സ്പൗട്ടാണ് വന്ന് ഒന്നിലേക്ക് ഇട്ടു. ഇനി ഷവറിലേക്കാണ് വേണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഈ ടൈപ്പ് ഡൈവേർട്ടറുകൾ ചൂടുവെള്ളം ഇട്ടതിന് ശേഷം ചൂടുവെള്ളത്തിലേക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷവറിലേക്ക് ഇടരുത്. ഇതാണ് ഇതിൻ്റെ ഓഫ് പൊസിഷൻ വരുന്നത്. ഈ ഓഫ് പൊസിഷനിൽ വെള്ളം കാര്യങ്ങളൊന്നും തന്നെ വരുന്നതല്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ടൈപ്പ് ഡൈവേർട്ടറുകളിൽ അതിൻ്റെ സ്പൗട്ടാണെങ്കിലും മുകളിലേക്ക് വരുന്നത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷവറിലാണെങ്കിൽ തിളച്ച വെള്ളമായിരിക്കും നമ്മുടെ ദേഹത്ത് വിടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തിരി പൈസ കൂടുതൽ മുടക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ടൈപ്പ് തന്നെ ഡൈവേർട്ടറിൽ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ വരുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ എന്ന് വെച്ചാൽ കറക്റ്റ് ഡിഗ്രിക്ക് മുകളിലേക്ക് മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുള്ളൂ. അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് നമുക്കത് സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് വയ്ക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നോർമൽ ലെവലുള്ള ഡൈവേർട്ടർ ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഈ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ 2 ലിവർ വരുന്ന രീതിയും അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.